സോ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് നമ്മൾ സീത്രോംറ്റ് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സീത്രോംറ്റ് 3-2 എന്താണ്? 3-2-1-1 4-2-1 14 Bravais lattices 7 crystal systems ഇതൊക്കെ നമ്മൾ പഠിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നൗ ഇവിടുന്ന് നമ്മളോട് ചോദിക്കാവുന്ന ചില കാര്യങ്ങൾ, അതായത് ക്യൂബിക് സിസ്റ്റത്തിൽ എന്തില്ല? ക്യൂബിക് സിസ്റ്റത്തിൽ എൻഡ് സെൻറ്റേർഡ് ഇല്ല, അല്ലെങ്കിൽ സൈഡ് സെൻറ്റേർഡ് എന്ന് പറയാം അതിന്. എൻഡ് സെൻറ്റേർഡ് ഓർ സൈഡ് സെൻറ്റേർഡ്. ക്യൂബിക് സിസ്റ്റത്തിൽ എൻഡ് സെൻറ്റേർഡ് ഇല്ല. വൈ? ക്യൂബിക് സിസ്റ്റത്തിൽ എൻഡ് സെൻറ്റേർഡ് ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് സിമെട്രി എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സിമെട്രി എലമെൻറ്റ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എൻഡ് സെൻറ്റേർഡ് വരുമ്പോൾ 3 fold സിമെട്രിയും 4 fold സിമെട്രിയും ഡിസ്റ്റർബ്ഡ് ആവും. അതായത് സി ഫോൾഡും 3 foldും നഷ്ടപ്പെടും. ഫോർ ദ ടൈം ബീയിങ് ഞാൻ എന്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല? സിമെട്രിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ജസ്റ്റ് വെറുതെ കേട്ടാൽ മതി. നിങ്ങൾ ഗ്രൂപ്പ് തിയറി പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് 2 fold സിമെട്രി എന്താ, 3 fold എന്താ, 6 fold എന്താ, 4 fold എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സിമെട്രി ഒരു ക്യൂബ് വെച്ചാൽ ക്യൂബിന് ഏതൊക്കെ സിമെട്രി ഉണ്ട്, ആ ക്യൂബിന് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പഠിച്ച ആൾക്കാരാണ്. പഠിക്കാത്ത ആൾക്കാരാണ് നോ പ്രോബ്ലം. നിങ്ങൾ വെറുതെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വെറുതെ ഇത് കേട്ടാൽ മതി. ക്യൂബിക് സിസ്റ്റത്തിൽ എൻഡ് സെൻറ്റേർഡ് ഇല്ല എന്ന് പറയാൻ കാരണം ആ സിമെട്രി എലമെൻറ്റ്സ് വെച്ചിട്ട് 3 fold ആൻഡ് 4 fold സിമെട്രി എലമെൻറ്റ്സ് ഡിസ്റ്റർബ്ഡ് ആവും. ഈ റീസൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് സെൻറ്റേർഡ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് വെറുതെ എഴുതി വെക്കുക, വെറുതെ ഇങ്ങനെ എഴുതി വെക്കുക. ചിലപ്പോൾ ആ പോയിന്റ് നേരെ എവിടെ ചോദിച്ചോളും, ഇതേപോലെ പരീക്ഷ വയ്ക്കും. അത്രമാത്രം. നോ മോർ എക്സ്പ്ലനേഷൻ ഫോർ ദ ടൈം ബീയിങ്. ഗ്രൂപ്പ് തിയറി എടുക്കുമ്പോൾ ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ എന്താണ്, നിങ്ങൾ ഒരു ക്യൂബ് വരച്ചിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ സോൾവ് സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ തീരൂല. അപ്പോൾ നിങ്ങൾ ക്യൂബിക് സിസ്റ്റം എടുത്തിട്ട് ക്യൂബിക് സിസ്റ്റത്തിൽ നിങ്ങൾ എൻഡ് സെൻറ്റേർഡ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എൻഡ് സെൻറ്റേർഡ് ഉണ്ടെങ്കിലേ ഇങ്ങനെയല്ലേ നിങ്ങളെ 3 fold സിമെട്രി പോവുക, 3 fold സിമെട്രി ആക്സസ് പോവുക. അപ്പോൾ എന്തായിരിക്കും ഇയാളുടെ 3 fold സിമെട്രി? നിങ്ങൾക്ക് എൻഡ് സെൻറ്റേർഡ് എടുത്തു കഴിഞ്ഞാൽ 3 fold സിമെട്രി നഷ്ടപ്പെടും. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിമെട്രിക് ആയിരിക്കില്ല. പക്ഷേ അയാൾക്ക് 2 fold സിമെട്രി ഉണ്ടാവും. 2 fold സിമെട്രി ഉണ്ടാവും. അത് മനസ്സിലാവാത്ത ആൾ, ഇത് ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോൾ ക്ലാസ് ഉണ്ട്, എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുദ്ദേശിച്ചിട്ടാണ്. നമ്മൾ കാര്യങ്ങൾ ഗ്രൂപ്പ് തിയറി എടുക്കുന്ന സമയത്ത് അതിൽ വരും. അപ്പോൾ നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വെറീഡ് ആവണ്ട. മനസ്സിലാവുന്ന ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കുക. ഈ എൻഡ് സെൻറ്റേർഡ് വന്നാൽ ഇയാൾക്ക് നോർമലി ഒരു ക്യൂബ് എടുത്താൽ ഇത്രയും ക്യൂബിൽ എന്തൊക്കെ സിമെട്രി എലമെൻറ്റ്സ് ഉണ്ടാവണം? 2, 3, 4 ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ എന്താ, ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. പക്ഷെ ഇങ്ങനെ പാർട്ടിക്കിൾ വന്നാൽ എന്ത് കിട്ടൂല? 3 പോവും. അതുപോലെ ഇതിൻ്റെ 4 fold സിമെട്രി ഉണ്ടല്ലോ, 4 fold സിമെട്രി. ആ 4 fold സിമെട്രി എന്താവും? ഈ ക്യൂബിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഈ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് എന്താണ്, ക്യൂബിക് സിസ്റ്റത്തിൽ എന്തുകൊണ്ട് എൻഡ് സെൻറ്റേർഡ് ഇല്ല എന്നത് 3 fold ആൻഡ് 4 fold സിമെട്രിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നു. ആ ജസ്റ്റ് ആ പോയിന്റ് ബൈഹാർട്ട് അടിക്കാം. ദെൻ അടുത്ത ടെട്രഗണൽ സിസ്റ്റം. അടുത്ത പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ടെട്രഗണൽ സിസ്റ്റത്തിൽ നമുക്ക് 2 എണ്ണമേ ഉള്ളൂ നമ്മൾ പറയുന്നത്. ഏതൊക്കെയാ 2 എണ്ണം പറയുന്നത്? ഒന്ന് പ്രിമിറ്റീവ്, രണ്ടാമത്തത് ബോഡി സെൻറ്റേർഡും പ്രിമിറ്റീവ് ആണ് നമ്മൾ പറയുന്നത്. ബോഡി സെൻറ്റർ നമ്മൾ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യും. സോ പ്രിമിറ്റീവ് ഉണ്ട് ബോഡി സെൻറ്റേർഡും ഉണ്ട്. എന്നാൽ ഫേസ് സെൻറ്റേർഡും ഇല്ല, എൻഡ് സെൻറ്റേർഡ് ഓർ സൈഡ് സെൻറ്റേർഡ്, അതിന് സി കൊണ്ട് എളുപ്പം കാണിക്കും. ഇത് രണ്ടും ഇല്ല. എന്തുകൊണ്ടാണ് ഇയാളിൽ ടെട്രഗണൽ സിസ്റ്റത്തിൽ പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡും എന്താണ് സൈഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ എൻഡ് സെൻറ്റേർഡും ഇല്ലാത്തത്? ആ പോയിന്റ് നമുക്ക് അറിയണം. അത് ചിലപ്പോൾ ഒരു ചോദ്യമായി നമ്മുടെ മുന്നിൽ വരും. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇൻ ടെട്രഗണൽ സിസ്റ്റം നിങ്ങൾ അയാളുടെ ഫേസ് സെൻറ്റേർഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഫേസ് സെൻറ്റേർഡ് അങ്ങോട്ട് വരക്കുക. ഫേസ് സെൻറ്റേർഡ് വരച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും എന്നറിയോ? ദാറ്റ് ഫേസ് സെൻറ്റേർഡ് ടെട്രഗണൽ, FCT, ഫേസ് സെൻറ്റേർഡ് ടെട്രഗണൽ ഈസ് equivalent to ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ, BCT. അത് ഫേസ് സെൻറ്റേർഡ് ടെട്രഗണലും
ബോഡി സെൻറ്റേർഡ് ടെട്രഗണലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ആ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ രണ്ട് നമുക്ക് പറയുമ്പോൾ നിങ്ങൾ നോക്കുന്ന, ഞാൻ പറഞ്ഞത് ലാറ്റിസിൻ്റെ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ കാണുന്ന ആൾക്ക് തോന്നുന്നതാണ് എന്ത് സ്ട്രക്ചർ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതല്ലേ നമ്മൾ പറയാ. അപ്പോൾ ഒരേ ഇപ്പം പറഞ്ഞിട്ട് സീബ്രൻ്റെ കാര്യം, കറുത്ത വര വെള്ള കുതിര, വെള്ള വര കറുത്ത കുതിര. അപ്പോൾ ആൾക്കാർക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാലോ? അപ്പം ഈ ഒരാൾ FCT ആണെന്നും പറഞ്ഞ് ഫേസ് സെൻറ്റേർഡ് ടെട്രഗണൽ പറഞ്ഞ് വരച്ച് ആയിക്കോട്ടെ, നിങ്ങൾ വരച്ചോ. അപ്പോൾ ഒരു ലാറ്റിസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? ഒരു ലാറ്റിസ് എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവില്ല. ഞാൻ സാധാരണ ഒരു ക്യൂബ് വരച്ചാൽ മതി, അപ്പം തന്നെ ടെട്രഗണൽ ആയിക്കോളും. ഒരു യൂണിറ്റ് സെൽ എടുത്ത് വെച്ചിട്ടേ നിങ്ങൾ ഇങ്ങനെ 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 വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് എന്നിട്ട് എന്താണ് ഇവിടെ ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ വരച്ച്, ഇതൊക്കെ ഫേസ് സെൻറ്റേർഡ് ആണ്. ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഫേസ് സെൻറ്റേർഡ്. നൗ ഇതെന്താണ്? ദിസ് ഇസ് ബോഡി സെൻറ്റേർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും വെച്ച് നോക്കിയിട്ട് ഞാൻ ഫേസ് സെൻറ്റേർഡ് നോക്കിക്കഴിഞ്ഞാൽ ബോഡി സെൻറ്റേർഡ് ആവും, ബോഡി സെൻറ്റേർഡ് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുമോ? നിങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു യൂണിറ്റ് സെൽ വെച്ചിട്ടല്ല ഇത് പറയാം. നമ്മൾ എൻ്റെ ലാറ്റിസിലേക്ക് നോക്കുമ്പോൾ അടുത്ത യൂണിറ്റ് സെല്ലും കൂടി വരുമ്പോൾ, അടുത്ത യൂണിറ്റ് സെല്ല് ഇപ്പോൾ എനിക്ക് വരക്കാനാവില്ല. ഓക്കെ, അടുത്ത യൂണിറ്റ് സെല്ലും കൂടി വന്നിട്ട് നിങ്ങൾ ഞാൻ വരച്ചാൽ ആകെ ഇതാവും. ഓക്കെ, അടുത്ത യൂണിറ്റ് സെല്ലും കൂടി വന്നിട്ട് നമ്മൾ അടുത്ത യൂണിറ്റ് സെല്ലിൻ്റെ കേസിൽ നിങ്ങൾ ഈ ബോഡി സെൻറ്റർ ഇല്ലേ, ഇയാളെ ബോഡി സെൻറ്റർ കോർണർ അത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്തു വെച്ച് നമ്മൾ അടുത്ത യൂണിറ്റ് സെല്ലും ഇതിൻ്റെ മേലോട്ടുള്ള യൂണിറ്റ് സെല്ല് ഇപ്പുറമുള്ള യൂണിറ്റ് സെല്ലൊക്കെ വന്നിട്ട് നമ്മൾ ആ പാരാമീറ്റേഴ്സ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുമെന്നറിയോ? ഈ ബോഡി സെൻറ്റർ എന്നത് നിങ്ങൾ വേറെ തരത്തിൽ ക്യൂബിനെ സങ്കല്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താവും? ഇതേ സാധനം തന്നെയാവും വിത്ത് ഇതെന്താണ് ഇയാളുടെ ഫേസ് സെൻറ്റർ ആയിട്ട് തോന്നും. അത് ഇതിൻ്റെ ഒരു 5-6 എണ്ണം 3 ഡയമെൻഷനിൽ ഒരു 5-8 എണ്ണം ഇങ്ങനെ ഇതിൻ്റെ ഒരു 5-8 എണ്ണം വെച്ചിട്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ലാറ്റിസ് പോയിന്റ്സ് നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു യൂണിറ്റ്സിൽ വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. 2 എണ്ണം വരച്ച് ഞാൻ വരച്ചാലും 3 എണ്ണം ചിലപ്പോൾ ഞാൻ വരച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അത് ഞാൻ വരക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കൃത്യമായിട്ട് മനസ്സിലാവും ഇതെന്താണ്, ഇത് രണ്ടും സെയിം ആണ്. സോ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും എന്തോ ഉറപ്പിച്ചോ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. സോ എന്താണ് അപ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യും? ഈ പോയിന്റ് നമ്മളോട് പരിഷ്കരിച്ചേക്കും. ഫേസ് സെൻറ്റേർഡ് ടെട്രഗണൽ ഈസ് ഇക്വലന്റ് ടു ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ. അങ്ങനെ തന്നെ ചോദിക്കും. ഫേസ് സെൻറ്റേർഡ് ടെട്രഗണൽ ഇല്ല, വൈ? എന്നിട്ട് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സിമെട്രി മറ്റേന്ന് വെച്ചാൽ ഒന്നുണ്ടാവും. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു സിമ്പിൾ SCT, സിമ്പിൾ ക്യൂബിക്, അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ സെൻറ്റേർഡ് ടെട്രഗണൽ. ദിസ് ഈസ് ഈക്വൽ ടു ഇത്, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഇത്, അല്ലെങ്കിൽ സിമെട്രി വെച്ചിട്ട് പറയും, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? സോ ഇത്രയേ ഉള്ളൂ. ഫേസ് സെൻറ്റേർഡ് ഇല്ലാത്തത്, ഫേസ് സെൻറ്റേർഡ് ഈസ് ഇക്വലന്റ് ടു BCT. അപ്പോൾ നിങ്ങളിത് പഠിച്ചാൽ മതി. FCT ഈസ് ഈക്വൽ ടു ഇക്വലന്റ് ടു BCT. FCT ഇക്വലന്റ് ടു BCT. ഓക്കെ, അതുപോലെ ഇത് എന്താ ഇല്ലാത്തത്? സൈഡ് സെൻറ്റേർഡ് ടെട്രഗണൽ എന്താ ഇല്ലാത്തതെന്ന് വെച്ചാലേ ദിസ് SCT ഈസ് ഇക്വലന്റ് ടു പ്രിമിറ്റീവ്. ദാറ്റ് ഈസ് നിങ്ങൾ ടെട്രഗണൽ സിസ്റ്റത്തിൽ 4 എണ്ണം ഇല്ല, 2 എണ്ണേ ഉള്ളൂ. വൈ? ഓർത്തോറോംബിക്കിൽ 4 എണ്ണം ഉണ്ടല്ലോ, ക്യൂബിക്കിൽ 3 എണ്ണേ ഉള്ളൂ. ക്യൂബിക്കിൽ 4ാമത്തെ ഇല്ല, ടെട്രഗണലിൽ 2 എണ്ണേ ഉള്ളൂ, ഓർത്തോറോംബിക്കിൽ 4 എണ്ണം ഉണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ SCT ഈസ് ഇക്വലന്റ് ടു CCT and FCT is equivalent to BCT. That is why we talk about BCT is equivalent to FCT. That is why we say നമ്മൾ എന്ത് മാത്രം പരിഗണിക്കുന്നു? ഇതും മാത്രം പരിഗണിക്കുന്നു. This is equivalent to. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പഠിച്ചോളാം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് പഠിച്ചോളാം. ഇൻ ടെട്രഗണൽ സിസ്റ്റം. ഓക്കെ, ഇനി ഇതുപോലെ ഹെക്സഗണൽ സിസ്റ്റം ഉണ്ട്. അത് ഈ കാര്യം മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. ഹെക്സഗണൽ എന്താണ്? മറ്റേ ഇതേ സാധനം ഹെക്സഗണൽ, ഇതിപ്പോൾ 4 ഇല്ലേ, അത് ഹെക്സഗണൽ 4 ഉണ്ട്. ഹെക്സഗണൽ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. ഹെക്സഗണൽ 1 ഉള്ളൂ. ഓക്കെ, 4 അല്ല, 1 ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ബാക്കി 3 ഇല്ലാത്തത് എന്ന് ചോദിക്കും. ക്യൂബിക്കിൽ 4ാമത്തത് സിമെട്രി വെച്ച് പറയും. ടെട്രഗണലിൽ 2 എണ്ണം ഇക്വലൻസ് വെച്ച് പറയും. ഹെക്സഗണലിലെ
മൂന്നെണ്ണം ഇല്ലാത്തതിൽ ഒന്ന് സിമെട്രി വെച്ചിട്ടും പറയും, മറ്റേത് രണ്ടും നമ്മൾ ഇക്വിവലൻസ് വെച്ചിട്ടും പറയും. നോക്കാം, ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ എഴുതി കാണിക്കാം. സി ഹെക്സഗണലിൽ ബോഡി സെൻറ്റേർഡ് ഇല്ല. റീസൺ നമ്മൾ പറയുന്നത് സിമെട്രി വെച്ചിട്ടാണ്. സിമെട്രി അതിൻ്റെ 6 ഫോൾഡ് സിമെട്രീനെ ബാധിക്കും. അത് 6 ഫോൾഡ് സിമെട്രി പോവും, 6 ഫോൾഡ് സിമെട്രി നഷ്ടപ്പെടും. പക്ഷേ ഹെക്സഗണലാണോ ഇറ്റ് ഷുഡ് ഹാവ് 6 ഫോൾഡ് സിമെട്രി. പക്ഷേ ബോഡി സെൻറ്റേർഡ് ഹെക്സഗണൽ ആവുമ്പോൾ അതിന് എന്തുണ്ടാവില്ല? 6 ഫോൾഡ് സിമെട്രി ഉണ്ടാവില്ല. ഓക്കെ, സോ ആ സിമെട്രീന് അപ്പോൾ ഈ 6 ഫോൾഡ് സിമെട്രി ഹെക്സഗണൽ ആണ് ഈ സിമെട്രി ഉണ്ടാവണം, ക്യൂബ് ആണോ ഈ സിമെട്രി ഉണ്ടാവണം? അങ്ങനെ നമ്മൾ പറയാം. ക്യൂബ് ആണോ ഈ 3 ഫോൾഡ് സിമെട്രി ഉണ്ടാവണം ക്യൂബിന്, മറ്റേതാണോ ഈ സിമെട്രി ഉണ്ടാവണം. പക്ഷേ ഇങ്ങനെ സിസ്റ്റം സങ്കല്പിക്കുമ്പോഴോ അതിന് സിമെട്രി ഇല്ല, ആ സിമെട്രി എലമെന്റ് പോയി. അപ്പോൾ സിമെട്രി എലമെന്റ് പോയി കഴിഞ്ഞാൽ അസിമെട്രി ഇല്ലാത്ത നിങ്ങൾക്ക് എന്ത് വിളിച്ചുകൂടാ? ക്യൂബ് എന്ന് വിളിച്ചുകൂടാ. ക്യൂബാണോ ഈ സിമെട്രി വേണം. അങ്ങനെയാണ് നമ്മൾ ക്യൂബിക് സിസ്റ്റത്തിൽ എന്ത് പറഞ്ഞത്? എൻഡ് സെൻറ്റേർഡ് വരുമ്പോൾ സൈഡ് സെൻറ്റേർഡ് വരുമ്പോൾ 3 ഫോൾഡ് സിമെട്രി പോയി. 3 ഫോൾഡ് സിമെട്രി ഇല്ലാത്തത് പിന്നെ ക്യൂബാന്ന് പറയില്ല. അതുകൊണ്ടാണ് എൻഡ് സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കാത്തത്. ഓക്കെ, അതുപോലെ ബോഡി സെൻറ്റേർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഹെക്സഗണൽ സിസ്റ്റത്തിൽ primitive body centered and face centered and side centered. Primitive is there, this is not there because of symmetry. And what about this? This is also not there and this is also not. And why this is not there and why this is not there? And അതിൻ്റെ ആൻസർ ഞാൻ എഴുതാം, അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് HFC ഹെക്സഗണലിലെ ഫേസ് സെൻറ്റേർഡ് is equivalent to body centered orthorhombic. ബോഡി സെൻറ്റേർഡ് അപ്പോൾ OBC തന്നെ പറയാം, ഓർത്തോറോംബിക് ബോഡി സെൻറ്റേർഡ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാലേ ഓർത്തോറോംബിക് ബോഡി സെൻറ്റേർഡ് അല്ലെ ബോഡി സെൻറ്റേർഡ് ഓർത്തോറോംബിക് എന്ന് പറയണം. ഞാനിപ്പോൾ ഇതിപ്പോൾ HFC എന്നല്ല എഴുതിയേ, ഹെക്സഗണൽ ഫേസ് സെൻറ്റേർഡ്, ഹെക്സഗണൽ എന്താണ് സൈഡ് സെൻറ്റേർഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതെന്ത് ചെയ്യുന്നു? ഓർത്തോറോംബിക് ബോഡി സെൻറ്റേർഡ്. ഇനി അതുപോലെ HCC എന്നത് ഇറ്റ് ഈസ് ഓർത്തോറോംബിക്, സിമ്പിൾ ഓർത്തോറോംബിക് ആണ്. സിമ്പിൾ ഓർത്തോറോംബിക് അതിനിപ്പോൾ എങ്ങനെ എഴുതുക? ഓർത്തോറോംബിക് സിമ്പിൾ സെൻറ്റേർഡ് എന്നോ OSC എന്നോ എന്തെങ്കിലും. ചുരുക്കി പറഞ്ഞാൽ ഹെക്സഗണൽ സിസ്റ്റത്തിലുള്ള ഫേസ് സെൻറ്റേർഡ് എന്നത് ഓർത്തോറോംബിക് സിസ്റ്റത്തിലുള്ള ബോഡി സെൻറ്റേർഡിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ ഹെക്സഗണൽ സിസ്റ്റത്തിലുള്ള സൈഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ എഡ്ജ് സെൻറ്റേർഡ് എന്നത് എഡ്ജ് സെൻറ്റേർഡോ സൈഡ് സെൻറ്റേർഡോ എന്തെങ്കിലും നിങ്ങൾ എഴുതുക, അതിനെ HCC എന്ന് എന്താണെന്ന് വെച്ചാൽ വിളിച്ചോ. ഈ സാധനം എന്തിന് ഇക്വലൻ്റ് ആണ്? സിമ്പിൾ ഓർത്തോറോംബിക്കിന് ഇക്വലൻ്റ് ആണ്. ആകയാൽ നിങ്ങൾ ഈ ഹെക്സഗണൽ സിസ്റ്റത്തിൽ ഫേസ് സെൻറ്റേർഡ് പറഞ്ഞിട്ട് ഇത് ഹെക്സഗണൽ സിസ്റ്റത്തിൽ സൈഡ് സെൻറ്റേർഡ് പറഞ്ഞിട്ട് എന്തില്ല? കാര്യമില്ല. ദിസ് ഇസ് വൺ ആൻഡ് ദ സെയിം. അങ്ങനെയാണ് നമ്മൾ 14 ബ്രവൈസ് ലാറ്റിസസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നോക്കിക്കോളെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ക്യൂബിക് സിസ്റ്റം എൻഡ് സെൻറ്റേർഡ് ഇല്ല, സിമെട്രി 3 and 4 പ്രശ്നം. ഓക്കെ, ടെട്രഗണൽ സിസ്റ്റത്തിൽ എന്താ കാര്യം? FCTC equivalent to BCT. ഓക്കെ, ഇത് അങ്ങനെ തന്നെയല്ലേ? TFC ഫേസ് സെൻറ്റേർഡ് ടെട്രഗണൽ. ഫേസ് FCT is equivalent to BCT and SCT എന്തായിരുന്നു? എൻഡ് സെൻറ്റേർഡ് ഞാൻ CCT എന്ന് എഴുതി. CCT എന്തൊക്കെ എഴുതിക്കോ നിങ്ങൾ, നോട്ടേഷനൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ. CCT ഈക്വലൻ്റ് ടു. ഓക്കെ, അപ്പോൾ ബോഡി സെൻറ്ററും ഫേസ് സെൻറ്ററും സിമ്പിളും സൈഡ് സെൻറ്ററും ഇങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് എന്തിലും വരുന്നത്? ഹെക്സഗണലിലും വരുന്നത്. പക്ഷേ ഹെക്സഗണലിൽ ശ്രദ്ധിച്ചോളെ, ടെട്രഗണലിൻ്റെ തന്നെ ബോഡി സെൻറ്ററും ഫേസ് സെൻറ്ററും ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ടെട്രഗണലിൻ്റെ തന്നെ സൈഡ് സെൻറ്ററും സിമ്പിൾ ക്യൂബിക്കോ അല്ല സിമ്പിൾ പ്രിമിറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്? ഇക്വേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഹെക്സഗണലിൽ എന്താണ്? ഹെക്സഗണലിൻ്റെ ഫേസ് ഇക്വേറ്റ് ചെയ്യുന്നത് ആരോടാ? ഓർത്തോറോംബിക്കിൻ്റെ ബോഡി സെൻറ്റേർഡിനോടാണ്. അപ്പോൾ ഹെക്സഗണലിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഇക്വലൻസ് വരുന്നത് ഓർത്തോറോംബിക്കിനാണ്. ഫേസ് ബോഡിനോട് വരും,
ഫേസ് ബോഡിനോട് വരും. പിന്നെന്താണ് സൈഡ് സെൻറ്റേഡ് ആണെങ്കിൽ അതെന്തിനോട് സിമ്പിളായിട്ട് വരും. പക്ഷേ ഇത് ഹെക്സഗണൽ ആണെങ്കിൽ ഇത് എന്താണ് ഓർത്തോറോംബിക് ആണ്. സോ ഹെക്സഗണൽ ഫേസ് ഓർത്തോറോംബിക് ബോഡി, ഹെക്സഗണൽ സൈഡ് ഓർത്തോറോംബിക് സിമ്പിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സാധനം കൊണ്ട് പഠിച്ചോളാം. പിന്നെ ഹെക്സഗണലിൽ ബോഡി സെൻറ്റേഡ് വരാത്തത് സിമെട്രി, 6-fold സിമെട്രി. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടി നമുക്ക് എന്താണ് why such Bravais lattices are not there or not included or not considered ആ കാര്യം. അപ്പോൾ അത് ഒബ്ജക്റ്റീവിന് ചോദിച്ചേക്കാം. ഓക്കെ.